സാറേ ഫോൺ. പെട്ടെന്ന് കാര്യം സാധിക്കണം. എയർപോർട്ടിന് ടെൻഡർ നമുക്ക് തന്നെ ഉറപ്പിക്കണം. അറ്റ് എനി കോസ്റ്റ് 1500 കോടി രൂപയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റായി അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജോലി മുടക്കണമെങ്കിൽ കരാർ നമ്മുടെ ആൾക്ക് തന്നെ ലഭിക്കണം. അത് ശരിയാക്കാം. ഓക്കെ ഓക്കെ. വെള്ളം കൂടെ ചേർക്കാതാണ് വിഴുങ്ങുന്നത്. ഒന്ന് പോ സാറേ, ഞാനിത് ആദ്യമായിട്ടാണ്. അതാ കടയിലോട്ട് വെക്കേ. ഇവിടെ എന്താ മിസ്റ്റർ നമ്പ്യാർ ഫയൽ തിരിച്ചു കൊടുക്കും? നീ എന്നെ ഇംഗ്ലീഷിലെ പേജ് വരട്ടെ പാക്രിയേ. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഫോൺ ഇപ്പൊ താഴെ വെച്ചതേ ഉള്ളൂ. അതായി തമിഴ് പേജ്. പട്ടയത്തിന്റെ ഈ ഫയലുകൾ മിസ്റ്റല്ല, മരിച്ചുപോയ മാധവന്റെ പോസ്റ്റിൽ വേറൊരാളെ നിയമിക്കുന്നവരെ നിങ്ങൾ തന്നെ നോക്കണം. സ്പെഷ്യൽ തഹസിൽദാർ എന്ന നിലയിൽ മിസ്റ്റർ നമ്പ്യാർ നിങ്ങളെ സഹായിക്കും. മരിച്ചുപോയ മാധവന് വളരെ വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം. സാർ, ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. കൈക്ക് വരക്ക് പറ്റിയത് കൊണ്ട് ഒപ്പിടാൻ വിഷമുണ്ടല്ലേ? വലിയ പ്രയാസം. പരോളിന് റെക്കമെൻഡ് ചെയ്തവരെ പറ്റി ഹോം സെക്രട്ടറി സംശയം പറഞ്ഞിരുന്നു. 17 കോടി രൂപയുടെ വെള്ളിയാണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരാണവർ. ഭീകരന്മാരോ? ഏത് ഭീകരന്മാർ? എവിടുത്തെ ഭീകരന്മാരാ? ഞാൻ അപ്പോഴേ പറഞ്ഞ അവരെ പരോൾ വിടരുതെന്ന്. അപ്പോ സാറ് ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞത് പറയട്ടെ സാർ? പറഞ്ഞോ. കൂട്ടക്കൊല നടത്തിയ ചമ്പക്കാടിലെ കൊള്ളക്കാരെ പോലും മാപ്പ് കൊടുത്തു വിടുന്നു. അതിൽ കൂടുതലൊന്നും അല്ലല്ലോ ഈ പരോളെന്ന്. സാർ, ഓക്കെ, ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെയാണല്ലോ ഒപ്പിട്ടത്. അതെ അതെ, ഒരു വ്യത്യാസമില്ല. ആരെയും വിടണ്ട. പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തോളൂ. അദ്ദേഹം വീട്ടിലേക്ക് പോവാണ്. ശരീരത്തിന് തീരെ സുഖമില്ല. എനിക്കൊരു അസുഖമില്ലെന്ന്. നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് സ്റ്റെല്ലയുടെ വീട്ടിൽ പോവാം. നോൺസെൻസ്. മുമ്പൊക്കെ ഏട്ടൻ എവിടെ പോകുമ്പോഴും അമ്മയോട് യാത്ര പറഞ്ഞേ പോവൂ. എന്നോട് സ്നേഹമായിട്ടാ പെരുമാറുക. ഇപ്പൊ നേരെ കണ്ടാലും മാറിക്കളയും. അതാ സഹിക്കാൻ പറ്റാത്തത്. താൻ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായല്ലോ. എന്റെ പ്രയാസം ദേവേട്ടന് അറിയില്ല. നന്നായി അറിയാം. നമ്മുടെ കാര്യം ഗൗരവമായി തന്നെ ഏട്ടനോട് പറയാനിരുന്നതാണ് ഞാൻ. പക്ഷെ നിന്റെ ഏട്ടനെ ഒന്ന് ഫ്രീ ആയി കിട്ടണ്ടേ സംസാരിക്കാൻ? എന്തായാലും ഞാനും അമ്മയും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ കഴിയാൻ ഞങ്ങൾക്കാവില്ല. ഏട്ടൻ സമ്മതിച്ചോ? സമ്മതിക്കും. ഏട്ടന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ദേവേട്ട, എനിക്ക് ആരും ഇല്ലാതായി പോകുന്നൊരു പേടി. ഹേയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ ഏട്ടനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി കാര്യങ്ങൾ. ദേവാ, എന്നെ മനസ്സിലായോ? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് സാറിനെ മറക്കാൻ പറ്റുമോ? കണ്ടത് നന്നായി. ഞാൻ തന്നെ അന്വേഷിച്ചിറങ്ങിയതാ. ഹോം മിനിസ്റ്ററുമായിട്ട് ദേവന് നല്ല അടുപ്പമല്ലേ? എനിക്ക് വേണ്ടി ഒരു കാര്യം പറയണം. ഒരു സഹായമാണ് ചോദിക്കുന്നത്. എന്താ സാർ കാര്യം? എന്റെ മകൻ SI സെലക്ഷൻ കിട്ടിയിട്ട് 1 വർഷം ആകാറായി. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണെന്ന് അറിയാവല്ലോ. ഇപ്പൊ നിയമനം കിട്ടണമെങ്കിൽ 5 ലക്ഷമാ ചോദിക്കുന്നേ. ആര് ചോദിക്കുന്നത്? മന്ത്രിയുടെ ആളുകൾ തന്നെ. ഒരിക്കലുമില്ല സാർ. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. വേണുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വേണുവേട്ടൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. ഒന്ന് നേരിട്ട് പോയി കാണുന്നതല്ലേ നല്ലത്? പോയിരുന്നു കുട്ടി, പക്ഷേ പരിചയം പോലും നടിച്ചില്ല. ഒരുപക്ഷെ മറന്നതാവും. നോക്കൂ, ദേവൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ ഒരു കുടുംബം തകർന്നു പോകും കുട്ടി. സാർ, ഈ പണം തന്നവരെയൊക്കെ SI പോസ്റ്റ് ചെയ്യല്ലേ സാർ? ഇല്ലെങ്കിൽ പിരിച്ചെന്നെ അവന്മാർ പൊറപ്പിക്കില്ല. താൻ പേടിക്കണ്ടോ, ഇവറ്റക്കെല്ലാം പോസ്റ്റിംഗ് കിട്ടും. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. മിനിസ്റ്റർ എന്തായാലും ഈ വഴിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. താൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാതെ ബാക്കിയുള്ളത് കൂടി കളക്ട് ചെയ്യും. സാർ,
കുട്ടികളെ പോലെ. വരൂ. മണി, കിടക്കയിൽ മറ്റൊരുത്തന്റെ ഭാര്യയെ അവളുടെ ഭർത്താവാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു പുരുഷന് കഴിയില്ല. അവൾ തിരിച്ചറിയും. പിന്നെ നിന്റെ ഈ തല കാണില്ല. എന്താ അമ്മ, എത്ര നേരായി തലേ വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുന്നു? വല്ല പനിയും പിടിക്കും. വരൂ. അമ്മണി പൊക്കോളൂ. ഞാൻ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ അമ്മണിക്ക് ഓർമ്മയില്ലേ? പൊക്കോ. പോ പോ. അയ്യോ സാറേ, വേണ്ട. എനിക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്ന ആഫീസറാക്കാം. പിന്നെ വിളിച്ചു പറയും. കൊടുക്കാതെ ജോലി ജോലി. സാർ, അദ്ദേഹം എന്നെ ജാനകി, കരയരുത്. സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്കണം. ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രിയല്ലേ. നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം. എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരിയാണ് ഞാൻ. തറ തുടയ്ക്കും, പക്ഷെ തനി തറയാവില്ല. നിന്നെ ഞാൻ ഇന്ന് വൃത്തികെട്ട നായേ, നീ എന്താടാ ചെയ്തത്? പിന്നെ ഞാനെന്ത് വേണം? മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു. പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ജ്ഞാപകം വന്നാ ചതുതാ. എനിക്ക് അവളെ പാക്കണം. എപ്പടിയാവത് ഇങ്ങിരുന്ന് പോണം. ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാന്ത് പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം. ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. സത്യമാ? സത്യം. എന്റെ കർത്താവേ, അപ്പടിയല്ലേ നടക്കറേ. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കൊള്ളയടിക്കുവിൻ. മോനെ മണി, ഇതാരാന്ന് നോക്ക. മോനെ മണിയണ്ട. ആരായി മണിയണ്ടൻ? മോനെ, ഞങ്ങൾ തമ്മിലിണങ്ങി. ഇനിയും നിങ്ങളുടെ കല്യാണത്തിന് ഈ അമ്മൂമ്മ തടസ്സം നിൽക്കില്ല. അതോർത്ത് എന്റെ കണ്ണം വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ഇതിലും ഭേദവും കൊന്നുകളയും. അങ്ങനെ പറയാതെ മച്ചാ. ഉനക്കാக நான் என்னெல்லாம் சமைச்சு கொண்டு வந்திருக்கேன் பாரு. மாட்டுக்கறி, கருவாட்டு குழம்பு, பாயா, மீன் குழம்பு. உனக்கு ரொம்ப பிடிக்கும்ல? പിടിക്കുമെന്ന് ആര് പറഞ്ഞു? பிடிக்க வேண்டாம், ஆனாலும் சாப்பிடு. എടുത്തോണ്ട് പോകുന്നുണ്ടോ? എനിക്ക് എന്റെ നാട്ടിൽ പോലും പിടിക്കില്ല. അയ്യോ, അത് ഈ അസുഖം കൊണ്ട് തോന്നുന്നതാ. കൊഞ്ചമാവത് സാപ്പിടുകണ്ണ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ അവിടെ ബഹളം? ശാഠ്യം. ഞാൻ മാറ്റിത്തരാം. വല്ലപ്പോഴും ഇറച്ചിയും മീനും കൊടുക്കാൻ തിരുമേനി പറഞ്ഞത് കൊണ്ടാ. കണ്ടില്ലേ? ഇങ്ങോട്ട് മാറുന്നോളോ. കഴിക്കാൻ വൈദ്യരെ, നിങ്ങളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത്സ്യവും മാംസവും കഴിക്കുന്നവനല്ല ഞാൻ. വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ. ഞാനൊരു ഗാന്ധിയനാണ്. അനുസരിച്ചില്ല അല്ലേ? കഴിക്കാനാണ് പറഞ്ഞത്. കഴിക്കാൻ ഞാൻ പറയുന്ന ഇതിന് നിങ്ങൾക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ മന്ത്രിയാണ്, ഓർമ്മ വേണം. ആയിരിക്കുന്നവൻ ജഡ്ജിയാ. പലവട്ടം തൂക്കാൻ വെച്ചതാ. അന്റെ ഒരു ശിക്ഷ. കഴിക്കണം. കഴിക്കാൻ കഴിക്കാൻ പറഞ്ഞു മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? கலக்கத்து பாருங்க ஸ்டைலே சிக்கு பால முயிலே இப்ப ஓகே நான் அடித்துள்ளே சிக்கு புக்கு ரயிலே கலக்கத்து பாருங்க ஸ்டைலே சிக்கு பால முயிலே இப்ப ஓகே நான் அடித்துள்ளே இப்பதே எக்கராச்சா மனசெல்லாம் செலவை செய்யும் வாச்சா வயசு
കാറല്ല കാർ. താങ്ക് യു പേരിടും. ആഭ്യന്തരമന്ത്രിയാ മുടിഞ്ഞു പോകാനായിട്ട് അവന്റെ ഒടുക്കത്തെ ഒരു പോക്ക്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പുറത്ത് കിങ്കരന്മാരെ നിർത്തി എന്നെ തടയാമെന്ന് കരുതിയല്ലേ? പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. സത്യം പറയണം. പറയാം. അവിടെ നിൽക്കാനാ പറഞ്ഞത്. സത്യം എന്താന്ന് പറയാതെ ഞാൻ പിടിക്കവനെ. മന്ത്രിയെ കയ്യേറ്റി വീട്ടിൽ കയറി ഒന്ന് ബഹളം ഉണ്ടാകുമല്ലോ. പോലീസ് പോലീസ്. അയ്യോ പോലീസ് പിടിക്കവനെ പിടിക്കവനെ. ചേച്ചി ദേവേട്ടനൊന്ന് ചേർത്തെന്ന് പറ. ഏട്ടാ ദേവേട്ടനെ കൊണ്ടുവരുന്നത് പറ. പ്ലീസ് പ്ലീസ്. ഹലോ. യെസ്. അവൻ ഒരിക്കലും പുറത്തു വരരുത്. യെസ് സർ. നീ മന്ത്രിയെ കൈയേറ്റം ചെയ്യാൻ മാത്രം വളർന്നു അല്ലേടാ? വെള്ളം. നിങ്ങൾക്ക് കിട്ടിയ പരോളിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കണം. വിശ്വസിച്ചേൽപ്പിക്കാൻ ഇവിടെ വേറെ ആളുകളില്ല. പ്രത്യേകിച്ചും അടുത്തിവിടെ ഇറങ്ങുന്ന RDX വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ. മനസ്സിലായോ? സർ, അല്പ റിസ്ക് ഉള്ള ജോലിയാണ്. അതുകൊണ്ട് അതറിയാം. പേടിക്കണ്ട. ഹോം മിനിസ്റ്ററുടെ സഹായം നമുക്കുണ്ട്. മണി? ഞാൻ മണിയല്ല, മന്ത്രിയാണ്. എന്താ ജഡ്ജി എന്റെ അടുത്തേക്ക്? എന്നെയും തൂക്കാൻ വിധിക്കാനാണോ? ജഡ്ജി? ജഡ്ജി തന്നെ. എവിടാ? സെഷൻസിലോ ഹൈക്കോർട്ടിലോ? മോനെ, ഇതൊക്കെ മറന്ന് ഞാൻ സുഖപ്പെട്ട് വരുമ്പോ വീണ്ടും നീ എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുന്നടാ ഭ്രാന്ത. പിടിവിടണം. വൈദ്യരെ എന്നെ കൊല്ലുന്നേ. വൈദ്യരെ എന്നെ കൊല്ലുന്നു. വൈദ്യരെ പിടിവിടൂ. പിടിവിടൂ സഹോദര. അക്രമം തുടങ്ങിയില്ലേ? കൂട്ടത്തിലുണ്ട. ഒറ്റയ്ക്ക് കൊണ്ടേ പൂട്ടിടോ. എന്നെ ബലം പ്രയോഗിക്കട്ടെ. വന്നോളാം. ഒറ്റയ്ക്ക് കൊണ്ടുവിടോ.